ഗുരുപ്രിയ ടിവിയിലെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് അടൂർ കോടതിയിൽ നിന്നും റിട്ടയർ ആയ ശ്രീ മുരളീധരൻ സാറാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സൗന്ദര്യ കഷണ്ടി എണ്ണ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സൗന്ദര്യ കഷണ്ടി എണ്ണ നിർമ്മിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതിലേക്ക് സാർ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നൊന്ന് പറയാമോ? ഞാൻ ഈ സർവീസിലിരിക്കുന്ന സമയത്ത് ഒരു കഷണ്ടിയുടെ ഒരു തുടക്കം മുതൽ ഈ കഷണ്ടി ഉണ്ടാവാതിരിക്കാനുള്ള എണ്ണകൾ തിരക്കി മരുന്നുകൾ തിരക്കിയുള്ള യാത്ര ഉണ്ടായിരുന്നു. അതിൽ കൂടെ കഷണ്ടി കിളിക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും നമ്മൾ ഇതിനു വേണ്ടി തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരു 18 വർഷമായപ്പോഴാണ് അതിന് ഫലം കണ്ടെത്തിയത്. പക്ഷേ ഫലം കണ്ടെത്തിയപ്പോൾ മുടി കിളിക്കുമെന്ന് മാത്രമല്ല, ചുളുക്കുകൾ മാറുന്നതിനും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ ഈ എണ്ണയിൽ കൂടെ കണ്ടെത്തുന്നതിന് കഴിയും. അത് പെൻഷൻ പറ്റി 1 വർഷം കൂടെ കഴിഞ്ഞെങ്കിലാണ് നമുക്ക് ഈ എണ്ണ ഫലപ്രദമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയ അനുഗ്രഹമായി. കാരണം ഒരു തെളിവെന്നുള്ള രീതിയിൽ പെൻഷൻ പറ്റിയ സമയത്തുള്ള ഫോട്ടോയും ഉണ്ടായത് ഒരു വലിയ ഉപകാരമായി എന്നുള്ളതാണ് എനിക്ക് അതിൽ കൂടെ പറയാനുള്ളത്. നമ്മൾ പലതരം എണ്ണകളെ പറ്റി കേട്ടിട്ടുണ്ട്, എന്നാൽ സൗന്ദര്യ കഷണ്ടി എണ്ണയെ പറ്റി ആദ്യമായാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ എണ്ണ വിപണിയിൽ ലഭ്യമാകാത്തത്? ഇപ്പോഴത്തെ നിലവിലെ എൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഞാനിത് വിലയ്ക്ക് വാങ്ങിക്കുന്ന കുപ്പിയും അതിൻ്റെ ലേബലും പിന്നെ അടപ്പും ഒക്കെയാണ്. ഈ എണ്ണ മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യയിലല്ല, എൻ്റെ അറിവിൽ കഷണ്ടിയിൽ മുടി കിളിപ്പിക്കാൻ ഉള്ള എണ്ണ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഈ രീതിയിലുള്ള എണ്ണ കമ്പോളത്തിൽ വന്നാൽ അതിൽ വല്ല കെമിക്കലോ ചേർന്ന് ഈ മുടി കിളിക്കുന്നതിന് പകരം മറ്റ് ദോഷങ്ങളുണ്ടാകുന്ന രീതിയിൽ കമ്പോളത്തിൽ ആൾക്കാർ ചെയ്യും എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ടാണ് ഞാനിത് കമ്പോളത്തിൽ ഇറക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ എണ്ണ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉപയോഗിക്കാം. ഓരോ ആൾക്കാരുടെ ഹോർമോൺ എങ്ങനെയാണോ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് ഈ എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു പുരുഷൻ തലയിലും മുഖത്തും കഴുത്തിലും നെഞ്ചത്തും ഈ എണ്ണ പുരട്ടിയാൽ ആ ആളിന് പുരുഷനാണെങ്കിൽ ആ സ്ഥലങ്ങളിലെല്ലാം രോമങ്ങൾ കിളിച്ച് അത് വളരുകയും ചെയ്യും. എന്നാൽ മറിച്ച് സ്ത്രീകൾക്ക് ഈ എണ്ണ തന്നെ, ഒരു കുപ്പിയിലെ എണ്ണ തന്നെ ഒരു ഭാര്യയും ഭർത്താവോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭാര്യയുടെ തലയിൽ അല്ലാതെ ഒരു സ്ഥലങ്ങളിലും ഒരു രോമം പോലും കിളിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പായ കാര്യമാണ്. സൗന്ദര്യ കഷണ്ടി എണ്ണ എത്രത്തോളം ആൾക്കാർ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്? സ്ത്രീകളും പുരുഷന്മാരും ഗർഭിണികളുമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണങ്ങൾ എടുത്താൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ ഒക്കുന്നില്ലെങ്കിലും എന്തായാലും ഈ 10 വർഷത്തിനുള്ളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഒരു 10,000 പേരെങ്കിലും ഈ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ഫലവും കിട്ടിയിട്ടുണ്ട്. ഏത് പ്രായത്തിലുള്ള ആളായാലും ആ ആളിൻ്റെ കഷണ്ടിയിൽ മുടി കിളിക്കും, ഒപ്പം ആ ആൾ ചെറുപ്പക്കാരനായിട്ട് മാറുകയും ചെയ്യും. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, ഒരു 25 വയസ്സുള്ള ഒരാൾ എണ്ണ തേക്കുകയാണെങ്കിൽ ആ ആളിൻ്റെ പ്രായം കാഴ്ചയിൽ ഒരു 20 വയസ്സായിട്ട് കുറയുമ്പോൾ 50 വയസ്സുള്ള ഒരാളാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ആളിൻ്റെ പ്രായം ഒരു 40 വയസ്സായിട്ട് കുറഞ്ഞു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ശാരീരിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ എണ്ണയ്ക്ക് കഴിയും. ഇത് നിർമ്മിക്കാൻ വേണ്ടി എന്തൊക്കെ ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് പറയാമോ? അതായത് പച്ചമരുന്നുകളായിട്ടുള്ള കുറേ പച്ചില മരുന്നുകളും അങ്ങാടി മരുന്നുകളും പൂക്കളും എല്ലാം കൂടെ പല ഘട്ടങ്ങളിലായിട്ട്, അതായത് 8 പ്രാവശ്യമായിട്ട് 21 ദിവസം കൊണ്ട് 8 പ്രാവശ്യമായിട്ട് ഇതിനകത്ത് മരുന്നുകളെല്ലാം കൂടെ ചേർത്ത് 8 ട്രിപ്പ് എണ്ണ എടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണകൾ മിക്സ് ചെയ്തെടുത്ത് ചേർത്ത് വരുമ്പോഴാണ് ഈ ഫലമുള്ള എണ്ണ കിട്ടുന്നത്.
ഈ എണ്ണ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 2-3 ദിവസം കൂടെ ചില മരുന്നുകൂടെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഏകദേശം ഒരു 132 മരുന്നുകൾ ഈ എണ്ണയിൽ പല സന്ദർഭത്തിലായിട്ട് ചേർത്തെടുക്കും. ആ ചേർത്തെടുക്കുന്ന മരുന്നുകൾ മാറാതെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഫലങ്ങൾ ഓരോന്നും കണ്ടെത്താൻ കഴിയത്തുള്ളൂ. 132ഓളം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ എണ്ണ നിർമ്മിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. 132 മരുന്നുകൾ ഇതിനകത്ത് ചേരും എന്ന് പറഞ്ഞതിൽ ഒരൗഷധമാണ് ഈ കാണുന്നത് ചതുരമുല്ല. ഈ ചതുരമുല്ലയുടെ ഗുണം എന്താണെന്നുള്ള കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താം. അതുകൊണ്ട് ഇതിപ്പോൾ ഞാനങ്ങ് ഒടിച്ച് മടക്കി, വീണ്ടും ഞാൻ അത് ഒന്നുകൂടെ ഒടിച്ച് മടക്കി, വീണ്ടും ഞാൻ അത് ഒന്നുകൂടെ ഒടിച്ച് മടക്കി നല്ലതുപോലെ തേച്ച് ഇനി അത് നൂത്ത് കാണിക്കാത്തതാണ് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേ കണ്ടീഷനാക്കിയ ഈ മരുന്ന് ഇനി ഞാനൊന്ന് പിടിച്ച് നോക്കുകയാണ്. ഇതിനൊരു കോട്ടവും സംഭവിക്കാതെ ഒരു ഒടിവും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ മരുന്ന് ഇപ്പോഴായി വരും. 2 തടവുകയേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഏത് കേടുപാടുകൾ കണ്ടല്ലോ. ആ മരുന്ന് നിവർന്നു കഴിഞ്ഞു. എത്ര പഴയ കേടുപാടുകളും ഈ മരുന്ന് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രമല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേരുന്ന 131 മരുന്നും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പല കാര്യങ്ങൾക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എല്ലാ ഔഷധ സസ്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടോ? അങ്ങാടി മരുന്നുകളായിട്ടുള്ള മരുന്നുകളെല്ലാം അതെല്ലാം പൊടിച്ച് ചേർക്കേണ്ട മരുന്നുകളാണ്. പിന്നെ പൊടിക്കാതെ ചേർക്കേണ്ട മരുന്നുകളുണ്ട്. അത് അങ്ങാടി കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതൊരു കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കത്തില്ല, 1-2 കടകളിൽ നിന്നോ അതിൽ കൂടുതൽ കടകളിൽ നിന്നോ വാങ്ങിക്കും. പച്ചമരുന്നുകൾ മിക്കതും ഭൂരിഭാഗം മരുന്നുകളും നമ്മുടെ പുരയിടത്തിൽ തന്നെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ വളരാൻ പറ്റിയ സാഹചര്യത്തിലല്ലാത്ത ഉള്ള മരുന്നുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം അത് സംഘടിപ്പിച്ചുകൊണ്ട് തരത്തക്ക രീതിയിലുള്ള ലാട വൈദ്യന്മാരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് ഇവിടെ എത്തിക്കുന്നത്. അങ്ങനെയാണ് ഈ എണ്ണയിൽ 132 മരുന്നുകളും ആഡ് ചെയ്യുന്നത്. നോനി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എണ്ണയിൽ ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് മുടി കിളിക്കുന്നതിനുള്ള സഹായം കിട്ടുന്ന ഒരു ഇലയാണ്. ഇതിൻ്റെ കായാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന നീരും ഈ എണ്ണയിൽ ചേരുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇത് ആ വലിയ മരം കാണിച്ചതിൻ്റെ ചെറിയൊരു മരമാണ് എന്നുള്ളതാണ്. മുടി കറക്കുന്നതിന് നല്ലതാണ്. അതായത് 35 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ആളുടെ മുടി നരച്ച മുടിയാണെങ്കിൽ കംപ്ലീറ്റ് അകത്തു നിന്ന് തന്നെ കറുത്ത മുടി കിളിച്ചിറങ്ങി പാല എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് നമ്മുടെ ത്വക്കിലുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ മാറ്റുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു മരുന്നാണ്. അതും ഇതിനകത്ത് ഒരു ചേരുവയാണ്. ഇത് ഞാൻ മുമ്പേ ഒന്ന് കാണിച്ച ഒരു ചതുരമുല്ല എന്ന പേരുള്ള ഒരു മരുന്നാണ്. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള ഒരു മരുന്നല്ല. ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മടക്കി നല്ല രീതിയിൽ മടക്കി വീണ്ടും മടക്കി അത് ആ രീതിയിൽ നോക്കുമ്പോഴും ആ മടക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവും ആണുണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിനെ തേച്ച് നമ്മളൊന്ന് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ മടക്കുകൾ കംപ്ലീറ്റ് നൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ആ മടക്ക് വീണതായിട്ട് പോലും നമുക്ക് അനുഭവപ്പെടത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ശക്തി. അത്ര ശക്തിയുള്ള ഒരു മരുന്നാണ്. അതും ഈ എണ്ണയിലെ ഒരു ചേരുവയാണ്. ഇത് തിപ്പലി എന്നാണ് ഈ മരുന്നിൻ്റെ പേര്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിനും ശക്തി ഉണ്ടാക്കുന്നതിനും പറ്റിയ ഒരു മരുന്നാണ്. ഇതിപ്പോൾ അങ്ങനെ ഞാൻ പ്രധാനപ്പെട്ട എടുത്ത് പറയത്തക്ക മരുന്നുകൾ ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് മുക്കുറ്റി, തഴുതാമ, പിന്നെ അങ്ങനെയുള്ള കുറേ മരുന്നുകൾ ചേർന്ന് 32 തരം മരുന്നുകൾ. ഇതും അതിനകത്തുള്ള ഒരു മരുന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒടിവ്, ചതവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അത്യുത്തമം ഉള്ള ഒരു മരുന്നാണ്. അത് നേരത്തെ കാണിച്ച ആ മരുന്നിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഇതിനൊരു ആ രീതിയിലുള്ള ശക്തികൾ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മൈലാഞ്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ താഴെ അറ്റമാണ്. ഇതാണ് മരമാണ്. ഇതാണ് അതിൻ്റെ താഴെ അറ്റത്താണ്. ഇത് നമ്മുടെ മുടിക്ക് കറുപ്പ്, പിന്നെ മുടിയുടെ ഈ തിക്നെസ് കൂട്ടുന്നതിനും ഒക്കെ ഉള്ള ഒരു സഹായകമായ മരുന്നാണ്. ഇപ്പം നമ്മൾ ഈ എണ്ണയിൽ ഈ സൗന്ദര്യം ഉണ്ടാകുന്ന ഈ കഷണ്ടിയിൽ മുടി കിളിക്കുന്ന ഈ എണ്ണയിൽ ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു
ഘടകം ഇതിനകത്തുള്ള ഒന്നാണ്. ഒരു 132 മരുന്നുകൾക്കകത്തുള്ള ഒരു മരുന്നാണ് ഇത്. ഒരു ബെറ്റയാണ്. അതൊരു ഔഷധ ഗുണമുള്ള ഒരു ബെറ്റയും കൂടെയാണ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ പേര് ചങ്ങല പറണ്ട എന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഈ അസ്ഥികൾക്കുള്ള തേയ്മാനങ്ങൾ മാറ്റുന്നതിനും ഈ വലിയ രീതിയിലുള്ള ഒടിവ് ചതവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നേരെയാക്കി എടുക്കുന്നതിന് കഴിയും. അത് ഞാൻ ഈ പറഞ്ഞ ചതുരമുല്ലയും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണങ്ങൾ കൂടുതലുണ്ടായി വരുന്നത്. മിക്ക മരുന്നുകളും ഞാൻ ഈ തോട്ടത്തിലും നമ്മുടെ പുരയിടത്തിലും ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൽ 132 മരുന്നിനകത്ത് നമുക്കിവിടെ കിട്ടാതിരിക്കുന്ന ഒരു 7-8 മരുന്നുകളുണ്ട്. അത് നമ്മുടെ ഈ പ്രദേശത്ത് വളരത്തില്ല. ആ വളരാനുള്ള അങ്ങനെ കിട്ടാനുള്ള മരുന്നുകൾ നമ്മൾ ലാടന്മാർ മുഖേനയാണ് ഇവിടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ് ഇവിടെ കൊണ്ടുതരുന്നത്. ഞാൻ ഈ സർവീസിലുള്ള സമയം മുതൽ ഈ എണ്ണയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് 18 വർഷത്തെ ശ്രമത്തിൻ്റെ ഫലമായി സർവീസിൽ നിന്ന് പിരിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞത്. ആ എണ്ണ ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഫോട്ടോയാണ് ആ മോളിൽ കാണുന്ന ഫോട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് 2 വർഷം കൂടെ കഴിഞ്ഞുടനെ നമ്മൾ ഫുൾ കഷണ്ടി ആയ ഫോട്ടോ കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിനുള്ള വ്യക്തമായ തെളിവ് കയ്യിലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കാതിരുന്നത്. ഇതുവരെ സാറിന് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ? പുരസ്കാരങ്ങൾ എനിക്ക് ഈ പ്രാദേശിക അടിസ്ഥാനത്തിലൊക്കെ ചില പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ മാർച്ച് 4-ാം തീയതി, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വെച്ച് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ അവാർഡ് തന്നത് ഫ്രീലാൻസ് പത്രപ്രവർത്തക അസോസിയേഷനായിരുന്നു. ആ പത്രപ്രവർത്തക അസോസിയേഷനിൽ പ്രസംഗിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയപ്പെടുന്ന TV അവതാരകരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ വെച്ച് ആ പുരസ്കാരം തന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള സിനിമാ നടൻ പ്രേംകുമാർ ആയിരുന്നു. അദ്ദേഹം തന്ന അവാർഡ് ഞാനത് പല രീതിയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനത് പങ്കുവച്ചിട്ടുള്ളതാണ്. ആ അവാർഡും ഇന്ന് ഇവിടെ ഞാൻ ആ ഷോക്കേസിൽ അതിഭദ്രമായി ഇതുപോലെ സൂക്ഷിക്കുന്നുമുണ്ട്. ഞാൻ ആ കോടതിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2013 അടൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ഡെപ്യൂട്ടി നാസറായിട്ട് പെൻഷൻ പറ്റിയ ഒരാളാണ് ഞാൻ. അന്നുണ്ടായിരുന്ന ഫോട്ടോയാണ് ഞാൻ കഷണ്ടി സമയത്ത് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫുൾ കഷണ്ടി ആയ സമയത്തുള്ള ഫോട്ടോ കാണിച്ചില്ല. അതിൻ്റെ കാരണം ഞാൻ കോടതിയിലാണ് ജോലി ചെയ്തതുകൊണ്ട് എനിക്കറിയാം, നമ്മളൊരു കാര്യങ്ങൾ കാണിച്ചാൽ അതിന് തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായതുകൊണ്ടാണ് ആ സമയത്തെ ഫോട്ടോ ഞാൻ ഈ കഷണ്ടിയായിട്ടുള്ള ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഇപ്പോൾ ഓരോ ആൾക്കാർക്കും കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. അത് കഴിഞ്ഞ് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ്. കഷണ്ടിയുടെ എണ്ണയ്ക്കകത്ത് തന്നെ ആ എണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ മുഖത്തെ ചുളുക്ക് മാറുന്നതും അസുഖങ്ങൾ മാറുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൂടാതെയുള്ള എണ്ണയെന്ന് പറയുന്നുണ്ടെ നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന ചില അലർജി കൊണ്ട് വരുന്ന സോറിയാസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊട്ടി ഒഴുകുന്നതിന് ഈ വേറെ ഒരു തരം എണ്ണ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. ഒപ്പം ഈ സ്ട്രോക്കൊക്കെ വന്ന് ചലനശേഷി ഇല്ലാതിരിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അത് ചലിപ്പിച്ചെടുത്ത് അവർക്ക് പണ്ട് ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ഉള്ള ഒരു രീതി ഇല്ലാത്ത രീതിയിലാക്കി എടുക്കുന്നതിന് ഈ എണ്ണ ഉപയോഗിച്ചാൽ കഴിയും എന്ന് തെളിയിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് ഇത് പരിശോധിച്ച് നോക്കാം. ഇപ്പം നടക്കാനൊക്കാത്ത ആൾക്കാരുണ്ട്, വന്ന് ഏതെങ്കിലും അപകടങ്ങൾ പറ്റി കൈയും കാലും നല്ല രീതിയിൽ നിവരാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വന്ന് പരിശോധിച്ച് നോക്കാം. നോക്കിക്കഴിഞ്ഞിട്ട് ആദ്യം പൈസ ഒന്ന് വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ പൈസ തിരികെ തരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ആർക്കും പൈസ തിരികെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. ഞാൻ ഇപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങി. എനിക്കിതിൻ്റെ ഒരു നല്ല വശങ്ങളൊക്കെ ഞാൻ പിന്നെ പഠിച്ചു വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാകുന്നുള്ളൂ. ഈ 3 വർഷം കൊണ്ട് ഞാൻ ഒരസുഖത്തിനും ഒരു പാരസെറ്റമോൾ ഗുളിക പോലും ഞാൻ ഇന്നുവരെ കഴിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏതൊരാൾക്ക് വേണമെങ്കിലും എൻ്റെ ശരീരം പരിശോധിക്കാവുന്നതാണ്.
എനിക്ക് മുടി കിളിച്ചു, എൻ്റെ ചുളുക്കുകൾ മാറി, എൻ്റെ ശരീരത്തിന് നല്ല ഓജസ്സുണ്ടായി, നല്ല കട്ടിയുള്ള മസിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം ഈ എണ്ണയുടെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മളൊരാൾ പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കണം. കഷണ്ടിയിൽ മുടി കിളിപ്പിച്ച് കഷണ്ടിയിൽ മുടി കിളിപ്പിച്ച് കാണിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ധൈര്യത്തെ പറയാം, നിങ്ങൾ ഏത് രീതിയിലുള്ള കഷണ്ടി ആയാലും നമ്മൾ മുടി കിളിപ്പിക്കും. അത് ആണായാലും പെണ്ണായാലും മുടി കിളിപ്പിക്കും. അത്ര കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ട് പറയാനൊക്കും. നമ്മൾ ഈ എണ്ണയ്ക്ക് കൊടുത്തിരിക്കുന്ന ബോർഡാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ബോർഡാണ്. അതിൻ്റെ ഒരു ചെറിയ ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് ഞാൻ അന്ന് പെൻഷൻ പറ്റിയ സമയത്തെ ഫോട്ടോയും അന്ന് എൻ്റെ ബാക്കിലെ ഫോട്ടോയുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന മാറ്റങ്ങളാണ്. 18 മാസം കൊണ്ടുള്ള മാറ്റമാണ് ഈ വന്നത്. ഇന്ന് 18 മാസവും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വന്ന മാറ്റങ്ങളാണ് ഇന്നിപ്പോൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എണ്ണ. ഈ എണ്ണ ഒരു 200 മില്ലി 995 രൂപയും 100 മില്ലി 498 രൂപയുമാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് 1500 രൂപയാണ്. ഈ എണ്ണ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളും എത്ര നാളാണ് പ്രായത്തിൻ്റെ അനുസരിച്ച് ഒരാൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ നോട്ടീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ നോട്ടീസിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ഏതെല്ലാം തരം അസുഖങ്ങൾ മാറും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എണ്ണയുടെ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു 18 വർഷം കൊണ്ട് ഈ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വർഷം 2 പ്രാവശ്യം വീതം. അപ്പോൾ ഈ എണ്ണ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും ഗുണമുണ്ടെങ്കിലും എന്നിൽ കൂടെ വേണം പരിശോധിച്ച് കണ്ടെത്താൻ. വീട്ടിലുള്ള ഒരാൾക്ക് ഞാൻ എണ്ണ കൊടുക്കത്തില്ല. ഞാൻ തന്നെ എണ്ണ ഉണ്ടാക്കുന്നു, 2 മാസം ഞാൻ ഉപയോഗിക്കുന്നു. അതിൽ കൂടെ ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ ആ എണ്ണ ഉപയോഗിക്കത്തില്ല. പിന്നെ ആ എണ്ണ എടുത്ത് വിളക്ക് കത്തിക്കാനോ മറ്റെന്തെങ്കിലും കാര്യത്തിനകത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫലം കണ്ടെത്തുന്ന സമയം വരെ ഈ എണ്ണയിൽ പരീക്ഷണം നടത്തുന്നത് ഞാനാണ്. അങ്ങനെ ഈ എണ്ണ മുടി കിളിപ്പിക്കൂ എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എൻ്റെ അമ്മയുടെ വായിലുണ്ടായിരുന്ന എരിവ് കൂട്ടാനൊക്കെ വർഷങ്ങളായിട്ട് എരിവ് കൂട്ടാനൊക്കാത്തത് ഈ എണ്ണ മുഖേന കൂട്ടാനൊക്കുമെന്ന് ഞാൻ തെളിയിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ വന്നു. ആ ഓപ്പറേഷന് ശേഷം മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. ആ പൊഴിഞ്ഞു പോയ മുടി നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് എണ്ണ തേച്ച് കഴിഞ്ഞ് ഇന്ന് നല്ല ശക്തമായ മുടി, നല്ല തിക്നെസ്സോട് കൂടി ഉള്ള മുടി ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞു. അതൊക്കെ ഭാര്യ തന്നെ കാണിച്ചു തരുന്നതാണ്. എൻ്റെ മോന് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഒരു കാരണവശാലും ആരെ അനുസരിക്കാതെ നിന്ന ഒരു മുടിയായിരുന്നു. ആ മുടിയൊക്കെ നല്ല മിനുസപ്പെടുത്തി മയപ്പെടുത്തി എടുക്കുന്നതിന് ഇന്ന് ഈ എണ്ണ കൊണ്ട് സാധിച്ചു. പിന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, കാഴ്ചശക്തി ഇതെല്ലാം കൂടുതലുണ്ടാവും എന്നുള്ള കാര്യം ഈ പ്രായത്തിലും ഏതെല്ലാം കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുവോ അതിനെല്ലാം ആ സമയം തന്നെ ഉള്ള മറുപടി പറയാനുള്ള ശക്തി ഇന്ന് എനിക്കുണ്ടെങ്കിൽ അത് ഈ എണ്ണയുടെ മാത്രം കഴിവുകൊണ്ടുള്ളതാണ്. എനിക്ക് ഈ എണ്ണയെക്കുറിച്ച് പറയാനുള്ളത്, എൻ്റെ തലയിൽ അന്ന് മുടി ഏറ്റവും കുറവായിരുന്നു. ഇപ്പം നല്ല തിക്നെസ്സായിട്ടോ എൻ്റെ മുടിയുണ്ട്. ഒരു തവണത്തെ യൂസ് കൊണ്ട് താരനെല്ലാം മാറി കിട്ടും. നല്ല ഉള്ളുണ്ട് എൻ്റെ മുടിക്ക്. ഈ എണ്ണ എൻ്റെ ഭർത്താവ് തന്നെയാണ് ആദ്യം ഉപയോഗിച്ച് മുടി കളിച്ചു. അടുത്തൊരു പയ്യന് കൊടുത്തായിരുന്ന ഒറ്റ മുടി ജനിച്ചടക്കെ അവൻ്റെ തലയിൽ മുടിയില്ലായിരുന്നു. അവന് കൊടുത്തു, അവൻ മുടി കളിച്ചു. ഇത് വ്യാജ എണ്ണയെന്ന് പറയുമ്പോഴും നമ്മൾ കൊടുത്തവർക്കെല്ലാം ഇത് ഫലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 10 വർഷം കൊണ്ട് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വ്യാജ എണ്ണയായിരുന്നെങ്കിൽ എന്നെ ഇത് കൂട്ടി കെട്ടിയതിനായിരുന്നു. ഈ എണ്ണ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് മുടിയൊക്കെ കിളിച്ചു വന്നെങ്കിൽ ഇത്രയും സമർത്ഥമാവൂ എന്നുള്ള കാര്യമൊന്നും ഞാൻ ആദ്യം ധരിച്ചിരുന്നതല്ല. ഇപ്പം നമ്മളൊരാൾ പറയുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, എൻ്റെ ഒരുപാട് പൈസകൾ നഷ്ടപ്പെട്ടു, പക്ഷേ ഈ മുടി കിളിച്ചെടുക്കുകയല്ല എന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ നിർത്തി വച്ചിരിക്കുന്നത്. പക്ഷേ 68 വയസ്സ് ആവാൻ പോവുകയാണ് എൻ്റെ പ്രായം. ഇപ്പോഴ് 56 വയസ്സിലെ ഫോട്ടോയാണ് ഞാൻ ഇതിൽ കാണുന്ന ഫോട്ടോ, ഈ കാണുന്നത്. 56 വയസ്സിൽ ഞാൻ അടൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്നും പെൻഷൻ പറ്റിയ സമയത്തെ ഫോട്ടോയാണ് ഈ കാണുന്നത്. 56 കഴിഞ്ഞ് ഇന്ന് 68 വയസ്സോളം അടുക്കുന്ന ഇന്ന് ഞാൻ 56 വയസ്സിൻ്റെ അന്നുണ്ടായിരുന്ന പ്രായത്തിൽ നിന്നും ഒരു 10 വയസ്സും കൂടെ കുറയുന്ന രീതിയിൽ ശരീരത്തിൻ്റെ ഘടനയിലും എൻ്റെ മുഖത്തെ രീതികളിലും എൻ്റെ ശരീരത്തിൻ്റെ മൊത്ത ഭാഗങ്ങളിലും
അതിൻ്റേതായിട്ടുള്ള മസില്, നെഞ്ചുയർത്തിയത്, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഈ എണ്ണ കൊണ്ടാണ്. എൻ്റെ പ്രായത്തിലുള്ള പല ആൾക്കാരും ഇന്നുണ്ട്. അവരുടെയൊക്കെ ശരീരങ്ങൾ വെച്ച് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഏത് ഡോക്ടർമാർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. യാതൊരുവിധ മരുന്നുകളും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് പരിശോധനയിൽ കൂടെ മനസ്സിലാക്കാം. ഈ കുറഞ്ഞ ഏറ്റവും 3 വർഷമായിട്ട് ഒരു പാരസെറ്റമോൾ ഗുളിക പോലും ഞാൻ ഇതുവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആർക്ക് വേണമെങ്കിലും എൻ്റെ ശരീരത്തെ പരിശോധിച്ച് നോക്കി അവർ സത്യമാണോ ഇല്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഒരു വലിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ മോൻ ഒരു 10-15 വയസ്സ് സമയം വരെയും 3 മാസം കൂടുമ്പോൾ അയാൾക്കൊരു അസുഖം ഉണ്ടാകും. ടോൺസിലൈറ്റിസ് എന്നാണ് അതിൻ്റെ പേര്. അത് വന്ന് ഈ തൊണ്ടയ്ക്ക് 2 മുഴകൾ വന്ന് അത് എങ്ങനെയായാലും പൊട്ടി ഒഴുകി വായിൽ കൂടെ ഒരു വല്ലാത്ത ഒരു ഗന്ധത്തോടു കൂടിയാണ് അത് ഒഴുകി പോകുന്ന ഡോക്ടറെ കാണുന്നത്. പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ എണ്ണ തേച്ച് ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തെ മുതൽ പിന്നെ ഇതുവരെ ഇപ്പോൾ അന്നത്തെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ 8-9 വർഷമാകുന്നു. ഈ 8 വർഷം കൊണ്ട് ഇന്ന് വരെ ആ അസുഖം പിന്നെ വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിൽ ഈ അമ്മ, മോന, എൻ്റെ ഭാര്യ, എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ, ഇവരിലൊക്കെയാണ് ഈ ആദ്യം ഇത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. പരീക്ഷണത്തിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു. അവരെല്ലാവരും ഫലം കണ്ടെത്തി. ഇന്നിപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി വിശ്വസിക്കാൻ കഴിയണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക, കാണുക, ബോധ്യപ്പെടുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ട 5 മില്ലി എണ്ണയാണ്. ഈ അടപ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ അടപ്പിനകത്ത് കൊള്ളുന്ന 4 മില്ലിയാണ്. 1 മില്ലിയും കൂടെ എടുക്കണം. ആ ആൾ ഈ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം ഷാമ്പു ഇട്ട് തലയൊന്ന് തേച്ച് കഴുകണം. കാരണം ഏതെങ്കിലും എണ്ണയുടെ അംശം തലയിലുണ്ടെങ്കിൽ അത് ഇളകി പോകുന്നതിന് വേണ്ടിയാണ്. ഈ എണ്ണ എടുത്ത് തലയിലും മുഖത്തും കഴുത്തിലും കൂടെയാണ് എണ്ണ ഉപയോഗിക്കേണ്ടത്. കഴുത്തിലും മുഖത്തും തേച്ച് പിടിപ്പിക്കുന്നു. 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ 2 പ്രാവശ്യം മസാജ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ സാധാരണ എണ്ണയുടെ കൂട്ടി ഇത് ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഈ എണ്ണയൊക്കെ 1 മണിക്കൂറിനകം വെച്ച് തന്നെ തലയുടെ ഉള്ളിലും മുഖത്തും കഴുത്തിലും ഒക്കെ കയറും. ആ മസാജ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എണ്ണ നെഞ്ചത്ത് പുരട്ടി കൊടുക്കുക. നമുക്ക് എത്ര മണിക്കൂർ, എത്ര അണപ്പുള്ള ഒരാളായാലും പോലും എത്ര മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിച്ചാലും ആളിന് അണപ്പോ ആയിപ്പോ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം ഉള്ളിലെ കൊഴുപ്പുകളെ അവൻ അലിയിപ്പിക്കും. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം ഈ എണ്ണ തേക്കുന്ന ഒരാളിന് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം അകത്തുള്ള കൊഴുപ്പുകളെ അവൻ അലിയിപ്പിക്കും. ഈ എണ്ണ ഉപയോഗിച്ച സമയത്തുണ്ടായിരുന്ന, അതായത് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഈ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ, അതിൽ ഒരാളിന് പോലും ഇന്ന് വരെ കൊറോണ വന്നതായിട്ടുള്ള ഒരു അനുഭവം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒരു 5 മില്ലി വെച്ച് 40 ദിവസത്തേക്കുള്ള എണ്ണ ഇതും മറ്റേത് 20 ദിവസത്തേക്കോ ആവുന്നുണ്ട്. എവിടെയാണോ കഷണ്ടി ഉണ്ടോ അവിടെ മുടി കിളിക്കും. എന്നാൽ കഷണ്ടി ഇല്ലാത്ത ഒരാൾ എല്ലാ സ്ഥലത്തും മുടി ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് എല്ലാ സ്ഥലത്തും മുടി കിളിക്കുകയും ചെയ്യും. അത് കിളിക്കുന്ന മുടി വളരുന്ന മുടി വളർന്നുകൊണ്ടിരിക്കും. പിന്നെയും പുതിയ മുടികൾ കിളിക്കും. അങ്ങനെ 1 വർഷം, 1.5 വർഷം, 2 വർഷം വരെയാണ് ഒരാൾ ഈ എണ്ണ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ 1 വർഷം ഉപയോഗിക്കുന്നതിന് 9,000 രൂപയാണ് നിങ്ങൾക്ക് മൊത്തം ചിലവാകുന്നത്. 9,000 രൂപയ്ക്ക് ഓരോ 50,000 രൂപയുടെ അസുഖങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടും. നമ്മുടെ ഈ നോട്ടീസിനകത്ത് ശരീരശക്തിയും ശാരീരിക ശക്തിയും എടുത്തു പറയുന്നുണ്ട്. ശരീരശക്തി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മൊത്ത ഭാഗത്തേക്കുള്ള ശക്തി. ശാരീരിക ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു 8 വർഷം ഫാമിലി കോടതിയിൽ ജോലി ചെയ്ത ഒരാളാണ്. ശാരീരിക ശക്തിയുടെ കുറവ് കൊണ്ടാണ് പല ബന്ധങ്ങളും ഛിദ്രമായി അത് ഡൈവേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം, അതിനുള്ള സാഹചര്യം വന്നു കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തിയും കൂടെ ഈ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ശരീരത്തിൻ്റെ, അത് സ്ത്രീക്കായാലും പുരുഷനായാലും ആ ശാരീരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതിനുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നതിനും ഈ എണ്ണയ്ക്ക് കഴിയുന്നുണ്ട്. ഒപ്പം കല്യാണം കഴിച്ച് അവർ ചികിത്സയിലാണ്, കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും ഈ എണ്ണ വേണ്ട രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അവർക്ക് ഒരു 6 മാസത്തിനുള്ളിൽ വെച്ച് അവർ മെഡിസിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗർഭിണിയാവാനുള്ള സാധ്യതയും ഉണ്ട്. ആ പീരീഡിനകത്തുള്ളവരാണെങ്കിൽ
അതിനുള്ള സാധ്യതയുണ്ട്. അതാണ് ശാരീരിക ശക്തി എന്നുള്ള രീതിയിൽ എടുത്തു പറയുന്നത്. അതിനുവേണ്ടി അനവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് മരുന്നായിട്ട് അങ്ങനെ നൽകുന്നില്ല. നൽകുന്ന മരുന്നെന്ന് പറയാൻ നമ്മൾ ഈ എല്ലാവിധ ലൈസൻസുകളും ഞാൻ ഇതിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഒരു വ്യവസായം നടത്തി കൊണ്ടുപോകുന്നതിന്, ഒരു ഹെർബൽ യൂണിറ്റ് നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ലൈസൻസുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ആ ലൈസൻസുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് ഉള്ള ഈ ഒരു അന്വേഷകർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്താതെ അല്ലെങ്കിൽ നമ്മളെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കാതെ പോകാൻ ഈ ലൈസൻസുകൾ മാത്രം മതി. അതുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് എടുക്കാവുന്ന അത്രയും സർവീസ് അംഗീകാരങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പല അംഗീകാരങ്ങൾക്ക് വേണ്ടി പൈസ അടച്ച് കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഈ ലൈസൻസുകളെ പറ്റിയും ഇതിനെപ്പറ്റി പറയാനുള്ളത്. മറ്റ് ഞാൻ ഈ കൊടുക്കുന്നത് എണ്ണ ഈ നോട്ടീസിൽ പറയുന്ന അല്ലാതുള്ള അസുഖങ്ങൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് സ്ത്രീകൾക്ക് വെള്ളപ്പോക്കിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അതിന്, അതേ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിന് ഒരു 2 മാസം കൊണ്ടോ 90 ദിവസം കൊണ്ടോ 5-10 കിലോ വെയിറ്റ് കൂട്ടുന്നതിനും ഉള്ള മരുന്നുകൾ പറഞ്ഞു കൊടുക്കും. ഒപ്പം മൂത്രത്തിൽ കല്ലുള്ളവർക്ക് മൂത്രക്കല്ല് മാറുന്നതിനുള്ള മരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഈ പ്രഷർ കൂടി അവർക്ക് കൈയും വിരലുമൊക്കെ നൂരുന്നില്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ ഷുഗർ ഉണ്ടെങ്കിൽ, കടുത്ത ഷുഗറാണ് എങ്കിൽ അവർ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു 10-20 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പച്ചമരുന്നൂടെ കഴിക്കാമെങ്കിൽ അവരുടെ ഷുഗർ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ മൂലക്കുരു എന്ന് പറയുന്ന ഒരു വലിയ രോഗമുണ്ട്. ആ രോഗത്തിനും ഓപ്പറേഷൻ കൂടാതെ ഉള്ള മരുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അതും ചെയ്യണം. ഈ പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നുകൾക്കും 1 രൂപ പോലും ഞാൻ സംഭാവനയായി സ്വീകരിക്കാറില്ല. അതിൻ്റെ കൂടെ അവർക്ക് വേണമെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കുക. ആ എണ്ണയുടെ പൈസ മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ആ എണ്ണയുടെ പൈസ വാങ്ങിക്കുന്നത് സർക്കാർ അറിഞ്ഞ് അതിൻ്റെ ടാക്സ് അടയ്ക്കുന്ന രീതിയിലുള്ള പൈസയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അതെല്ലാം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. ഈ എണ്ണ ഉപയോഗിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയായാലും, അതായത് കഷണ്ടിയിൽ മുടി കിളിക്കുക എന്ന് പറയുന്ന വിശ്വസിക്കാൻ പറ്റുകയില്ലെങ്കിൽ, ഞാൻ 2013 പെൻഷൻ പറ്റിയ സമയത്ത് എനിക്ക് എന്തുമാത്രം കഷണ്ടി ഉണ്ടായിരുന്നോ അതാണ് ഞാൻ ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. നിലവിൽ 13 വർഷങ്ങളുടെ കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഞാൻ 12 വർഷം കൂടെ ആയപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ അന്ന് എനിക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നോ അതിൽ നിന്നും പ്രായം കുറയുന്നതായിട്ടും, എൻ്റെ തലയിൽ സമർത്ഥമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും മുടി കിളിപ്പിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഈ കഷണ്ടി എണ്ണ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ഒരാളിന് അവർക്ക് സൗന്ദര്യത്തിനാണെങ്കിൽ സൗന്ദര്യം, മുഖത്തെ പാടുകൾ മാറാനാണെങ്കിൽ പാടുകൾ മാറുന്നതിന്, കുഴികൾ മാറുന്നതിനാണെങ്കിൽ കുഴികൾ മാറുന്നതിന്, ചുളുക്കുകൾ മാറാനാണെങ്കിൽ ചുളുക്കുകൾ മാറുന്നതിന്, അതല്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഈ നോട്ടീസിൽ പറയുന്ന കുറേ അസുഖങ്ങളുണ്ട്, ഈ അസുഖങ്ങൾ എന്തെങ്കിലും മാറാൻ വേണ്ടി കൊണ്ടുപോയി അവർക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല എന്ന് 2 മാസം കൊണ്ടാണ് ഫലം കണ്ടു തുടങ്ങുന്നത്. പോട്ടെ, 4 മാസം ഉപയോഗിച്ചതിന് ശേഷവും ഫലം കണ്ടില്ല എന്ന് വാക്കാൽ പറഞ്ഞാൽ പോലും 4 മാസത്തേക്ക് വാങ്ങിക്കുന്ന എണ്ണയുടെ വിലയെന്ന് പറയുമ്പോൾ 3000 രൂപയാണ്. ആ 3000 രൂപയും അത് ഏത് രീതിയിൽ പൈസയായിട്ട് തരുന്നോ, ഗൂഗിൾ പേ വഴിയാണോ, അത് ഫോൺ പേ വഴിയാണോ, അത് ബാങ്ക് ATM വഴിയാണോ, അതല്ല കാശായിട്ട് തരുവാണോ, ഏത് രീതിയിൽ വേണമെങ്കിലും ഒരാൾ വാക്കാൽ പറഞ്ഞാൽ പോലും ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് വരെ ഒരാളിന് പോലും പൈസ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും ഫലം കണ്ടില്ല എന്ന് ഇതുവരെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുമില്ല. ഈ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കൂടെ വിളിച്ച് ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ കൊറിയറിൽ എത്തിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ ആളിന് നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വാങ്ങുകയോ ചെയ്യാം. കൊറിയറിൻ്റെ സർവീസ് ചാർജ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അതിലും നഷ്ടം കസ്റ്റമേഴ്സിന് വരാത്തില്ല എന്നുള്ളതും ഇതിനകത്തൊരു ഒരു സത്യമാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച് സൗന്ദര്യ കഷണ്ടി എണ്ണയെ പറ്റി വേറിട്ട ഒരു അനുഭവം ജനങ്ങളിലേക്ക് എത്തിച്ച സാറിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.